ഹായ് ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ആള് അലാന എന്നാണ് പേര്, അലാന രാജീവ്. പാലക്കാട് നിന്നാണ് വരുന്നത്. അലാനയുണ്ട്, അലാനയുടെ അമ്മയുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അലാനെ കുറിച്ച് പറയുകയാണെങ്കിൽ കീമിന് 83 റാങ്ക് ആയിരുന്നു അലാനയ്ക്ക് ലഭിച്ചത്. സോ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കീമിന് 83 എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു റാങ്ക് തന്നെയാണ്. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇത് കേട്ടതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസും ആ ഒരു ഹാപ്പിനെസ് ഒക്കെ എങ്ങനെയായിരുന്നു? കേട്ടതിന് ശേഷം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ആദ്യം തന്നെ കിട്ടിയ ഉടനെ തന്നെ അച്ഛനും പിന്നെ ക്ലാസ് ടീച്ചറും വിളിച്ചു പറഞ്ഞു. അമ്മ കൂടെ ഉണ്ടായിരുന്നു റിസൾട്ട് നോക്കുമ്പോൾ. അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെയൊക്കെ ഒരു ഇല്ല ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഒരു 200 ഏകദേശം ആ റേഞ്ച് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പെട്ടെന്ന് 83 എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ജെയ്മീനും എത്ര പെർസെന്റേജിലായിരുന്നു കിട്ടിയത്? 98.52. 98.52 ആയിരുന്നു കിട്ടിയിരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ രണ്ട് എക്സാമിനും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഏത് ബാച്ച് ആയിരുന്നു ബ്രില്യന്റിലെ പഠിച്ചിരുന്നത്? ഞാൻ ബ്രില്യന്റിലെ ഓൺലൈൻ ബാച്ച് ആയിരുന്നു, ഹൈബ്രിഡ് ഓൺലൈൻ ഹോണി 5. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ബാച്ചിൽ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ഇത്രയും നല്ല റാങ്ക് മേടിക്കാനുള്ള എങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു ജേർണി? എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ ഞാൻ അത്ര മീൻസ് ഡെഡിക്കേറ്റഡ് ആയിരുന്നില്ല. പക്ഷെ ക്ലാസ് ടീച്ചർ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും മാർക്ക് കുറയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ ക്ലാസ് ടീച്ചർ എപ്പോഴും അപ്രോച്ച് ചെയ്യായിരുന്നു. നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ടീച്ചറായിരുന്നു. പിന്നെ നമുക്ക് ഇ ലേണിംഗ് ആപ്പിൽ അവസാനമായപ്പോൾ കുറേ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓൺലൈന് മീൻസ് നമ്മുടെ പേസിൽ തന്നെ നമുക്ക് പഠിക്കാം. പക്ഷെ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സോണും വിട്ടു പോവാണ്ട് തന്നെ നമുക്ക് പഠിത്തം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഈ ഒരു കാലയളവിൽ ഒരുപാട് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസിന്റെ പേരൻസിന്റെ ഒക്കെ ഒരു കൺസേൺ ആണ്, ഓൺലൈനായിട്ട് പഠിച്ചാൽ അതായത് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്ന അത്രയും ഒരു എഫക്റ്റീവ് ആകുമോ, അത് നമുക്ക് ഇവിടെ വന്ന് നേരിട്ട് ഒരു ഫിസിക്കൽ ഒരു നമുക്കൊരു ഇതില്ലാണ്ട് പഠിച്ചാൽ ശരിയാകുമോ, അങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ഒക്കെ ഒരുപാട് പാരൻസിനും സ്റ്റുഡൻസിനും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മോളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഓൺലൈൻ പഠിച്ചെന്ന് വെച്ച് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു ആ ഒരു ഓൺലൈൻ പഠിച്ചതിന് ആ ഒരു എക്സ്പീരിയൻസും വേഴ്സസ് ഒരു ഓഫ്ലൈൻ്റെ അങ്ങനെ അയ്യോ എനിക്ക് ഓഫ്ലൈൻ മതിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ഇല്ല, അങ്ങനെ ഒരിക്കലും തോന്നിയില്ല. മീൻസ് നമുക്ക് സ്കൂളും ഓൺലൈന് എൻട്രൻസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. അതാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല എന്നെ സംബന്ധിച്ച്. അപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു രണ്ടും കൂടിയിട്ട്. പിന്നെ ഓൺലൈൻ ആകുമ്പോൾ ഡൗട്ട് ചോദിക്കാനും ടീച്ചേഴ്സിന് വാട്സപ്പ് നമ്പറൊക്കെ തന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഡൗട്ട് ചോദിച്ച് ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. യെസ്, അപ്പോൾ അതാണ് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ പഠിച്ചാലും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് പഠിച്ചാലും, ഇപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കും, അല്ല പാരൻസ് വിചാരിക്കും എന്നല്ല നമ്മുടെ ഈ പ്രൊഫസേഴ്സിൻ്റെ നേരിട്ട് അടുത്ത് എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ, ഡൗട്ട്സ് ചോദിക്കാൻ പറ്റുള്ളൂ, ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ടായിരിക്കും. അങ്ങനെയൊന്നുമല്ല, ഓൺലൈൻ ആണെങ്കിലും നമുക്ക് പ്രൊഫസേഴ്സുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റും. എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും അവരുമായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എല്ലാവിധ സൗകര്യവും നമ്മൾ ഓഫ്ലൈനിൽ കൊടുക്കുന്ന അതേ എല്ലാവിധ സൗകര്യവും എന്താ പറയുക ഓൺലൈനിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് കുട്ടികൾക്ക് നൽകുന്നത് അല്ലേ? അത് മോളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയല്ലേ? യെസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അലാനയുടെ അമ്മയുണ്ട് ഇവിടെ. സോ വീട്ടിൽ ആരൊക്കെയുണ്ട്? പിന്നെ അതുപോലെ തന്നെ അമ്മയൊന്ന് പരിചയപ്പെടുത്താവോ? അമ്മയുടെ പേര് ശ്രീപ. ആൻഡ് വീട്ടിൽ 2 ഏട്ടന്മാരുണ്ട്. പിന്നെ അച്ഛനും ഞാനും അമ്മയും കൂടിയിട്ടാണ് താമസം. ഓക്കെ, അമ്മയും അപ്പം എന്ത് ചെയ്യുന്നു? അമ്മ ടീച്ചറാണ്. ഓക്കെ, അവിടെ പാലക്കാട് തന്നെ. ഓക്കെ, അച്ഛൻ എന്ത് ചെയ്യണു? അച്ഛൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു, എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ശരി, ഓക്കെ. അപ്പം എങ്ങനെയാണ് മോള് ഈ അലാന എങ്ങനെയാണ് ഈ ഒരു ബ്രില്യൻറ്റ് നമുക്ക് ചൂസ് ചെയ്തേക്കാം എന്നുള്ളൊരു ആലോചനയിലേക്ക്, അല്ലെങ്കിൽ ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ബ്രില്യൻ്റ് ഏട്ടൻ ഇവിടെ പഠിച്ചിരുന്നു. അപ്പോൾ മീൻസ് നമുക്ക് സേഫ് ആണെന്ന് അറിയായിരുന്നു. മീൻസ് അവിടുത്തെ ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന നല്ല പഠിപ്പിക്കലാണെന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രില്യൻ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ചേട്ടൻ ഇപ്പം എന്ത് ചെയ്യുന്നു? ചേട്ടന് IIT ഗുവാഹട്ടി പാസ് ഔട്ടായി ഇപ്പോൾ ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി വർക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു ചേട്ടൻ്റെ എക്സ്പീരിയൻസ് തന്നെ മോൾക്ക് ഡയറക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അല്ലേ? ഓക്കെ, അപ്പം ബ്രദറിൻ്റെ ആ ഒരു പാത്ത് തന്നെയാണോ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ല, ഞാൻ മാത്സ് എടുത്തിട്ട് പിന്നെ ആ ഫീൽഡിലേക്ക് പോവാന്ന്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ താല്പര്യമില്ല, അല്ലാത്തൊരു ഫീൽഡാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം അലാന പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു ആസ് എ പേരൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് കേൾക്കാം.
അതുപോലെ തന്നെ അലാനയുടെ അമ്മ, അപ്പം ആസ് എ പേരന്റ് എന്നുള്ള നിലയിൽ ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ മോള് നമ്മുടെ കൺമുന്നിൽ തന്നെയായിരുന്നു, വീട്ടിലിരുന്ന് കൺമുന്നിൽ തന്നെയായിരുന്നു. ആളുടെ പ്രിപ്പറേഷനും ആളുടെ ഒരു പഠിക്കുന്ന സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സപ്പോർട്ടായിട്ട് മാഡം തന്നെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി മാഡത്തിന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു എങ്ങനെയൊക്കെയായിരുന്നു മോളുടെ പഠന രീതിയും അതുപോലെ തന്നെ ഇവിടെ ആയിട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവൾ പഠിക്കുമായിരുന്നു മാഡം. അതായത് അങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പഠിക്കുക പറഞ്ഞിട്ട് നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഇപ്പോൾ സ്കൂളും ഓൺലൈൻ ക്ലാസ്സും കൂടി തമ്മിൽ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും അവൾക്ക് തോന്നിയിരുന്നില്ല. ബ്രില്യൻ്റ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാൻ പ്രൊഫസേഴ്സും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലേതും അങ്ങനെ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ പാരൻസും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ബ്രദേഴ്സും ഒക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നമുക്കറിയായിരുന്നു ഏകദേശം ഇങ്ങനെ നല്ല ലെവലിലെത്തും എന്നുള്ളത് അറിയായിരുന്നു പഠനത്തിൽ. ഓക്കെ, അപ്പൊ അത് എനിക്ക് തോന്നുന്നു മാഡം വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും മാഡത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ മോളുടെ കാര്യത്തിലും നമ്മൾ ഈക്വലി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അല്ലേ? അപ്പം സാറാണെങ്കിലും മോളുടെ ഫാദർ ആയിരുന്നെങ്കിലും എങ്ങനെയായിരുന്നു? സാർ ഹാപ്പി ആയിരുന്നോ ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട്? എങ്ങനെ പറയായിരുന്നു? അഭിപ്രായങ്ങളൊക്കെ പറയുമായിരുന്നോ? പറയുമായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നതിന് സപ്പോർട്ടീവ് ആയിരുന്നു. പേരൻസ് അച്ഛനായാലും അമ്മയായാലും എല്ലാം നല്ല ഇതിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം വീട്ടിൽ നിന്ന് രണ്ടുപേരെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വിട്ടിരുന്നത്. അപ്പൊ ആദ്യത്തെ ആളുടെ ഒരു എക്സ്പീരിയൻസ് മാഡത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു മാഡം ഇപ്പം മൂത്തയാളെ ഇങ്ങോട്ട് ബ്രദറിനെ ഇങ്ങോട്ട് അലാനയുടെ ബ്രദറിനെ ഇങ്ങോട്ട് വിടാനാണെങ്കിലും എങ്ങനെയായിരുന്നു തീരുമാനിച്ചിരുന്നത്? ഓക്കെ, നമുക്ക് ബ്രില്യൻ്റ് തന്നെയാണ് റൈറ്റ് ചോയ്സ് എന്നുള്ളത് എന്തായിരുന്നു തോന്നിയത്? അല്ല, ബ്രില്യൻറ്റിനെ പറ്റി കുറേ മുന്നേ തന്നെ നമുക്ക് കേൾക്കുമായിരുന്നു. ഞങ്ങൾക്ക് പാലക്കാട് അങ്ങനെ അവർ വലിയൊരു കോച്ചിങ് സെൻ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്റർ പോയാലേ IIT കിട്ടും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബ്രില്യൻ്റ് തന്നെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ബ്രില്യൻ്റിലേക്ക് തന്നെ വിടുകയാണ് ചെയ്തത്. പിന്നെ അവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആളുണ്ടായിരുന്നു. അവന് പിന്നെ രണ്ടാമത്തെ മകന് എഞ്ചിനീയറിംഗിൽ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഓൾ ഇന്ത്യ എൻട്രൻസ് CUET എഴുതി മറ്റേ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി അവിടെ BA പഠിക്കുകയാണ്. അപ്പോൾ ഇവള് വന്നപ്പോൾ ഇവൾക്ക് വീണ്ടും താല്പര്യം IIT-ലേക്കായി. അപ്പോൾ ഓൺലൈൻ ബാച്ചിലിരുന്നപ്പോൾ IIT രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പറ്റിയില്ല. കേന്ദ്രീയ വിദ്യാലയമായിരുന്നു. അപ്പോൾ നല്ല CBSE സിലബസ് എല്ലാം കൂടി ഇവൾക്ക് വലിയ ഇതായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇങ്ങോട്ടേക്ക് വരിക ചെയ്ത്. അപ്പം അലാനയ്ക്കും IIT എന്നുള്ളൊരു സ്വപ്നം തന്നെയാണ്. അപ്പം ഏതാണ് IIT എന്നോ അങ്ങനെ വല്ലതും ഓർത്ത് വെച്ചിട്ടുണ്ടോ? അതോ ഇല്ല, അങ്ങനെയില്ല. ഏതായാലും കുഴപ്പമില്ല. കോഴ്സാണ് നമ്മൾ മനസ്സിൽ വെച്ചേക്കുന്നത് അല്ലേ? ഏത് കോഴ്സായിരുന്നു? മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. മാത്തമാറ്റിക്സ്. അതായത് എനിക്ക് മാത്സ് പഠിക്കണമെന്നുണ്ട്, പക്ഷെ പ്യോർ സയൻസ് ആയിട്ട് പഠിക്കാനും ഇല്ല. അപ്പൊ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റില് അങ്ങനെയാണെങ്കിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാന്ന് വെച്ചാൽ ഓക്കെ. അപ്പം ഇനി കിട്ടുന്ന IIT ഏതാണെങ്കിലും അതിൽ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ടുള്ള എല്ലാ എക്സാമിനും അതുപോലെ തന്നെ മുന്നോട്ടുള്ള എല്ലാ ലൈഫിനും വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ മൊത്തത്തിൽ ഒരു ഓൾ ദി ബെസ്റ്റ് തരികയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രോഗ്രാം ഇപ്പം സ്വാഭാവികമായിട്ടും മോള് നോക്കി എന്നൊരു പ്രോഗ്രാം തന്നെ ആയിരിക്കുമല്ലോ. ഇതിന് മുന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള സ്റ്റുഡൻസിൻ്റെയും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? വിക്ടറി ഡേ ചേട്ടന്റെ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ടാവുമല്ലോ. അന്ന് 6 വർഷം മുമ്പ് ചേട്ടന്റെ വിക്ടറി ഡേ കാണാൻ വന്നിരുന്നു. അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറച്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വിക്ടറി ഡേയിൽ ഞാൻ സ്റ്റേജിൽ കയറുമെന്ന് ഓർത്തിരുന്നോ? ഓക്കെ. അപ്പൊ ആ ഒരു വിഷൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ അതിന് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ വന്ന് ആൾക്ക് ഗോൾഡ് മെഡലും അതുപോലെ തന്നെ ക്യാഷ് അവാർഡും ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇതുപോലെ മുന്നോട്ടുള്ള എല്ലാ ജീവിതത്തിനും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം അമ്മയും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്, കൂടെ ബ്രില്യൻ്റും ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.